എടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ എടവം രാശിക്കാർക്ക് വ്യാഴം 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് മാറുന്നത് വിഷമതകൾ കുറയുവാൻ ഇടയാക്കും. പുത്രോൽപത്തി മുബൈദി സജ്ജനയുതിം രാജാനുകൂല്യം സുതേ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരവും മറ്റും വ്യാഴന്റെ 5-ലെ സ്ഥിതി ഏറെ ഗുണപ്രദമാണെന്ന് കാണുന്നു. സന്താനപരമായി ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണിത്. സന്താനങ്ങൾ നിമിത്തം ശ്രേയസ് ഉണ്ടാക്കും. രാജതുല്യമായ ബഹുമതികൾക്കും വിദ്വൽ പ്രശംസയ്ക്കും യോഗം കാണുന്നുണ്ട്. എങ്കിൽ കൂടിയും കണ്ടകശിന് സമയം കൂടി ഉള്ളതുകൊണ്ട് വിഷമതകളും ഒപ്പമുണ്ടാകും. അപവാദ ആരോപണ വിഷയങ്ങൾ കേൾക്കാൻ ഇടയുള്ളതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടതായുണ്ട്. യാത്രകൾ നിമിത്തം ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. വിവാഹാലോചനകൾക്ക് തീരുമാനമാക്കും. സുഹൃജ്ജനങ്ങൾ നിമിത്തം ഭാഗ്യപൂർണമായ അവസരങ്ങളും വന്നു ചേരുന്നതാണ്. പരീക്ഷാദികളിൽ വിജയവും സ്ഥാനക്കയറ്റങ്ങൾക്കും യോഗമുണ്ട്. വാദജന്യമായ രോഗങ്ങൾക്കും പാദരോഗത്തിനും ഇട കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി പുരുഷസൂക്ത പുഷ്പാഞ്ജലി എന്നുള്ളതായിരിക്കുന്ന വഴിപാട് വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുന്നതും അതുപോലെ തന്നെ സമ്മോഹന യന്ത്രം ഏലസ് ദേഹരക്ഷയായി ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യും.